തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ DNA പരിശോധിക്കണമെന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും PV അൻവർ. അങ്ങനെ പറഞ്ഞത് രാഹുൽ ഗാന്ധി സ്വീകരിച്ച നിലപാടിനോടാണ്. അതിലിപ്പോഴും തിരുത്തു വരുത്തുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ അന്ന് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനമായ രാഷ്ട്രീയ വിഷയം ഇവരുടെ വർഗീയ ഭരണത്തിന്റെ ഒരു വലിയ ഭാഗമായിട്ട് അവർ ചെയ്തിരുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെയും പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെയും എതിരാളികളെയും കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടക്കുന്നു എന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന മുദ്രാവാക്യമാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ അടക്കമുള്ള ഇഷ്യൂ എല്ലാവർക്കും സോറേണ്ട കാര്യങ്ങൾ അറിയാം. ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി വന്ന് എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായിയെ അറസ്റ്റ് ചെയ്യുന്നില്ല ED എന്ന ചോദ്യത്തിന് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ DNA പരിശോധിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. ആ രാഷ്ട്രീയ DNA ആ പറഞ്ഞതിൽ നിന്ന് അദ്ദേഹം ആ വാക്കിൽ നിന്ന് അദ്ദേഹം പിന്മാറാത്ത അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും ആദരവും സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ അത് അദ്ദേഹം പറഞ്ഞത്തെ പോലുള്ളൊരു നേതാവ് അത് പറയാൻ പാടില്ലാത്തതായിരുന്നു. ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഞാൻ മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ കൃത്യമായും ഉദ്ദേശിച്ചത് അദ്ദേഹത്തെ പോലെ ഒരു ഉയർന്ന നേതാവിൽ നിന്ന് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അതുപോലെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വരാൻ പാടില്ലാത്തത് രാഷ്ട്രീയ പൊതുപ്രവർത്തകൻ നിലയ്ക്ക് ഞാനതിനെ ഡിഫെൻഡ് ചെയ്തു, അത്രേ ഉള്ളൂ. ഇപ്പോൾ ആ രാഹുൽ ഗാന്ധിയാണ് മുന്നിൽ നിൽക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ മുന്നിൽ നയിക്കാൻ പോകുന്ന അദ്ദേഹമാണ്. അപ്പോൾ ഇനിയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം അത് ഇടതുപക്ഷത്തിന് കൂടി അംഗീകരിക്കേണ്ടതായിട്ട് വരില്ലേ? അല്ല, ഇടതുപക്ഷത്തിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണല്ലോ മുന്നോട്ട് പോകുന്നത്. ഇടതുപക്ഷത്തെ അംഗീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ കാഴ്ചപ്പാടിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണല്ലോ അന്നും ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. ബീഹാറിൽ നടന്ന ഇന്ത്യ മുന്നണിയുടെ വലിയൊരു യോഗം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വയനാട്ടിലേക്ക് വരുന്നത്. അവിടെ D രാജയുടെ കൈ പിടിച്ചിട്ടാണ് ഇന്ത്യ മുന്നണി സിന്ദാബാദ് ഇവരെല്ലാം കൂടെ വിളിക്കുന്നത്. അതിനുശേഷം ഇവിടെ കേരളത്തിൽ വന്നിട്ട് അതേ LDFന്റെ പ്രധാന മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ അത് അദ്ദേഹം ആര് പറയിപ്പിച്ചതാണെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ആ സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. അത്രേ ഉള്ളൂ. അതിന് കൃത്യമായി ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് അദ്ദേഹത്തെയും ഈ ഈ രാഷ്ട്രീയമൊക്കെ നിരീക്ഷിക്കുകയും ഈ പറയുന്ന ഇന്ത്യ മുന്നണി ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം ഫാസിസത്തിനെതിരെ തുടരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. അങ്ങനെ നമ്മൾ ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കുന്ന അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരാൻ പാടില്ല. കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ പരാജയത്തിന്റെ കാരണം പരിശോധിച്ച് തിരുത്തൽ വരുത്തണമെന്നും PV അൻവർ പറഞ്ഞു. കേരള സർക്കാരിന്റെ നയങ്ങളും നടപടികളും ഇതിന് കാരണമായോ എന്ന് പാർട്ടി പരിശോധിക്കുമെന്നും PV അൻവർ ന്യൂസ് 18നോട് പറഞ്ഞു. ആണെങ്കിലും സർക്കാർ ഈ ഒരു നടന്ന സംഭവവികാസങ്ങളിൽ വിശദമായിട്ടൊരു ആലോചന തിരുത്തൽ വരുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാം. അല്ല, പഠിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. എന്തുകൊണ്ട് ഇത്രത്തോളം ഞാൻ ഈ പറഞ്ഞ ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഫാസിസത്തിനെതിരെ അതിശക്തമായ നിലപാടെടുത്ത മുഖ്യമന്ത്രിയും ഗവൺമെന്റും മുന്നണിയും ഒക്കെ ഉണ്ടായിട്ടും ഈ പോരാട്ടത്തിൽ എന്തുകൊണ്ട് കേരളത്തിലെ ജനത നമ്മളോടൊപ്പം ഇടതുപക്ഷത്തോടൊപ്പം നിന്നില്ല എന്നുള്ളത് ഗൗരവതരമായി പഠിക്കേണ്ട വിഷയമാണ്. അത് പഠിച്ച് തിരുത്തൽ വരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തേണ്ട വിഷയമാണ്. നയപരമായ സമീപനമാണെങ്കിലും അത് LDF ആലോചിക്കേണ്ടതാണ്. CV അനുമോദ് ചേരുന്നു വിശദാംശങ്ങളുമായി. അനുമോദ്, പ്രധാനമായും 3 കാര്യങ്ങളാണ് PV അൻവർ എടുത്തു പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് BJPയെ ചെറുക്കാൻ കേരളത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും കൈകോർക്കണമെന്ന വലിയ ആശയം അദ്ദേഹം പറയുന്നത്. ഏത് സാഹചര്യത്തിലാണ്? പ്രത്യേകിച്ച് തൃശ്ശൂരിൽ താമര വിരിഞ്ഞിരിക്കുന്നു, ഇത് മുളയിലേ നുള്ളണം, അല്ല വളർന്നു വലുതാകുന്നതിന് മുൻപേ, ഒരു മരമാകുന്നതിന് മുൻപേ അതിനെ നേരിടണം എന്ന ആശയം തന്നെയാണോ അദ്ദേഹം പറയുന്നത്? അശ്വതി, ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഇടതുപക്ഷ നേതാക്കളിൽ നിന്നും വലതുപക്ഷ നേതാക്കളിൽ നിന്നും പല അഭിപ്രായങ്ങളും പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ ഒരു അഭിപ്രായം ആദ്യമായിട്ടാണ് ഒരു നേതാവ് പങ്കുവെക്കുന്നത്. അതായത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇവിടെ BJP വേര് പിടിക്കാൻ തുടങ്ങുന്നു. അതൊരു വലിയ മരമായി വളരുന്നതിന് മുൻപ് അതിനെ പിഴുതെറിയേണ്ടതുണ്ട്. അപ്പോൾ കേന്ദ്രത്തിൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഒന്നിച്ചു നിൽക്കുന്ന ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും എന്തുകൊണ്ട് കേരളത്തിൽ അങ്ങനെ പ്രവർത്തിച്ചുകൂടാ എന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായമാണ് അൻവർ പങ്കുവെക്കുന്നത്. നമുക്കറിയാം, കാലങ്ങളായിട്ട് കേരളത്തിലെ സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം അത് വളരെ വ്യക്തമാണ്. ഇടതുപക്ഷവും വലതുപക്ഷവും, അതായത് LDFും UDFും തന്നെയാണ് ഇവിടെ രണ്ട് ചേരിയിലും ഉള്ളത്. ഇപ്പോൾ മാത്രമാണ് BJP ഇവിടെ അവരുടെ കൃത്യമായ ഒരു
വളർച്ച രേഖപ്പെടുത്തുന്ന ഒരു സമയം ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ തന്നെ BJPയെ ചെറുക്കുവാൻ ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നിക്കണമെന്ന് PV അൻവർ ആവശ്യപ്പെടുമ്പോൾ അതേറെ ചർച്ചകൾ വേണ്ട, അല്ലെങ്കിൽ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിട്ട് വേണം കണക്കാക്കാൻ. ഇത് ഇടതുപക്ഷം അംഗീകരിക്കുമോ എന്നോ CPM നേതാക്കൾ ഇതിനെ എത്രമാത്രം ഉൾക്കൊള്ളുമെന്നോ ഒന്നും പറയാനാകില്ല. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം അദ്ദേഹം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു കാര്യം അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. എന്തിനാണെങ്കിലും ഇത് കോൺഗ്രസും ഇടതുപക്ഷവും പ്രത്യേകിച്ച് CPM അദ്ദേഹത്തെ നിയമസഭയിൽ എത്തിച്ച CPM ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നേതാക്കൾ എങ്ങനെയായിരിക്കുമെന്ന് പ്രതികരിക്കുക എന്ന് കണ്ടറിയണം. കാരണം ഒരു LDF MLA ഭാഗത്തുനിന്നും ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാവുക ഒരു പക്ഷേ ഇടതുപക്ഷം പോലും പ്രതീക്ഷിക്കുന്ന ഒന്നല്ല. മാത്രമല്ല അൻവറിന്റെ ഒരു ചരിത്രം നമുക്കറിയാം. അൻവർ പഴയ കോൺഗ്രസ്കാരൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ അൻവറിന്റെ അഭിപ്രായം ഇടതുപക്ഷവും വലതുപക്ഷവും എങ്ങനെ ചർച്ച ചെയ്യും, കേരള പൊതുസഭ എങ്ങനെ ചർച്ച ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് നേതാക്കളുടെ പ്രതികരണം ഉണ്ടാകുമോ അതോ ഇതിനെ തള്ളിക്കളയുമോ? എന്തു തന്നെയാണെങ്കിലും വളരെ നിർണായകമായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമായിട്ട് തന്നെ വേണം അൻവറിൻ്റെ ഈ ഒരു വാക്കുകളെ കാണുവാൻ. കേരളത്തിലെ BJPയുടെ വളർച്ചയെ അതീവ ഗൗരവത്തിൽ തന്നെ വേണം കാണുവാൻ. അതിനെ ചെറുക്കുവാൻ ഇടതുപക്ഷവും വലതുപക്ഷവും കൈകോർക്കണം എന്ന് തന്നെയാണ് PV അൻവർ പറഞ്ഞിരിക്കുന്നത്. അനുമോദ, അങ്ങനെ പറയുമ്പോഴും അടുത്ത അദ്ദേഹത്തിന്റെ പരാമർശവും ശ്രദ്ധേയമാണ്. ഈ കോൺഗ്രസിന്റെ സമുന്നത നേതാവായ രാഹുൽ ഗാന്ധിയെ DNA വിമർശനം നടത്തിയിരുന്നു, അത്തരത്തിലൊരു പരാമർശം നടത്തിയിരുന്നു. പക്ഷെ അതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ടല്ലോ. തീർച്ചയായും രാഹുൽ ഗാന്ധിയെ വിമർശിച്ച സാഹചര്യം കൂടി വിശദമാക്കിയാണ് അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പറഞ്ഞത്. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന പരാമർശം നടത്തിയതിന്റെ പ്രതികരണമായിട്ടാണ് അത്തരത്തിൽ ഒരു വിമർശനം നടത്തിയത്. കാരണം അത് ആ സാന്ദർഭിക വശമായിട്ട് ആ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയമായിട്ട് പറയേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് താൻ പറഞ്ഞതെന്ന് അൻവർ ആവർത്തിക്കുന്നു. കാരണം രാജ്യം മുഴുവൻ ഫാസിസത്തിനെതിരെ അതായത് NDAക്കെതിരെ വലിയ രൂപത്തിലൊരു പോരാട്ടം നടക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ പോലെയും ഷിബു സോറനെ പോലെയുള്ള നേതാക്കളെ ജയിലിലടച്ച സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയിൽ ഒരേപോലെ പ്രവർത്തിക്കുന്ന രണ്ട് പാർട്ടിയുടെ നേതാക്കൾ, അതിൽ ഒരു നേതാവിനെ എന്തുകൊണ്ട് ജയിലിലടയ്ക്കുന്നില്ല എന്ന് ചോദിക്കുന്നത് രാഷ്ട്രീയ മര്യാദയുള്ളതല്ല. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ പിണറായി വിജയനെ അങ്ങനെ അത്തരത്തിൽ ജയിലിലടയ്ക്കുന്നത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നത് രാഷ്ട്രീയമായിട്ട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റാണ്. അതിനോടുള്ള വിമർശനം തന്നെയാണ് താൻ അന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ തിരുത്തേണ്ടതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നും PV അൻവർ പറയുന്നു. അതായത് അന്ന് പറഞ്ഞത് രാഷ്ട്രീയ സാഹചര്യം വെച്ചുള്ള ഒരു കാര്യം തന്നെയാണ്, ഇന്ന് കൈകോർക്കണമെന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ രാഷ്ട്രീയം വെച്ചുള്ള ഒരു സാഹചര്യം തന്നെയാണ് എന്നും അൻവർ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ശരി, CV അനുമോദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.